ഹേ ഗായ്സ്, ഇത് ലണ്ടനിൽ പോയതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങളെല്ലാവരും സ്റ്റേ ചെയ്തിട്ടുള്ളത് പ്രീമിയർ ഇല്ലാണ്. അതൊരു ആപ്പ് ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. സേഫ് ആൻഡ് അഫോർഡബിൾ ആയിട്ടൊരു റൂം നോക്കുകയാണെങ്കിൽ പ്രീമിയർ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ നമ്മുടെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇത് സെക്കൻഡ് പാർട്ടാണ്. കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും പരമാവധി ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇത് ലണ്ടനാണ്, ഫോണൊക്കെ അടിച്ചു മാറ്റും. അതുകൊണ്ടാണ് ഞങ്ങള് ഇവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനല്ലേ. എവിടെയാണെന്നുള്ളത് അവിടെ എത്തിയിട്ട് ഏകദേശം പറയാം. അപ്പോ ഇപ്പൊ സമയം എത്രയും 12:30 12:30. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ കാണാം. എല്ലാവർക്കും വൈകിട്ട് ബൈ. ഞങ്ങള് ബസ് സ്റ്റോപ്പിലേക്ക് നേരെ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ആക്ച്വലി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. കാരണം ഓരോരുത്തരും ABPJ സ്പെല്ലിങ് വെച്ചിട്ടാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മാത്രമല്ല ബസ്സും ഉണ്ട് അത്യാവശ്യം. സോ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഇതാണ് ലണ്ടന്റെ വേറൊരു സൈഡ്. ഇപ്പൊ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചൈന ടൗണിലേക്കാണ്. ഒരുപാട് ഫുഡ് സ്ട്രീറ്റ്, ഒരുപാട് ചൈനീസിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഏകദേശം ഒരു ചൈന പോലെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ അവിടേക്കാണ് നമുക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടേക്ക് നമുക്ക് തീരുമാനിച്ചിട്ടില്ല, അവിടെ എത്തിയിട്ട് തീരുമാനിക്കാന്ന് വെച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങള് വഴി തെറ്റി ലെസ്റ്റർ സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ചൈന ടൗണിലേക്ക് പോകാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, നല്ല ഇതാണ് ലെസ്റ്റർ സ്ക്വയർ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സാധനം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. ചേച്ചി കഴിച്ചു നോക്കണ, നല്ല ടേസ്റ്റ്. അപ്പൊ ഞാനും ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. പൈസ കൊടുത്തതിനും ഇതുണ്ട് എനിക്ക്. അതെ കേട്ടിട്ടില്ലേ, എന്റെ ഗിംബില് ഐശ്വര്യ ഇവിടെ കരയാ. അവള് ചോദിക്കണു വീണ്ടും വീണ്ടും. അടിപൊളി. നമ്മളിപ്പോ നടക്കേണ്ട ചൈന ടൗണിലേക്കാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഭാഗം എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം ഞാനത് നോക്കിയിട്ട് തപ്പാണ്. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ അല്ല, നമ്മൾ
വീട്ടിലുണ്ടാക്കണം. ഞാൻ വീട്ടിൽ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അറിയില്ല എന്താന്നുള്ളത്. കുറേ സ്ഥലമുണ്ട്. അഫോർഡബിൾ ആയതുകൊണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്. പക്ഷെ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട്. ദെൻ എനിക്ക് ചൈനീസ് ഫുഡ് ഭയങ്കര തെറ്റോ ഛർദിക്കോ എന്നുള്ളൊരു പേടിയുണ്ട്. ഞങ്ങൾ കസ്റ്റേരയും അങ്ങനൊരു സാധനം വന്നു. ഇത് കഴിച്ചുകൊണ്ട് മെനു കാർഡ് നോക്കാമല്ലോ. ആക്ച്വലി എന്തൊക്കെയാണ് എന്താന്നുള്ളത് ഒന്നും അറിയില്ല. കണ്ടിട്ട് നല്ലതാണെന്നൊക്കെ തോന്നുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പാക്കേജ് പോലെയായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ നമുക്ക് ആ ഒരു സെറ്റിൽ അത്യാവശ്യം ഫുഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ നല്ലോണം വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടോ. കാരണം ചൈനീസ് ഫുഡാന്ന് വിചാരിച്ച് ഞങ്ങൾ പുച്ഛിച്ചിരുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. മറ്റുള്ളവർ പറയുമ്പോൾ ചൈനീസ് ഫുഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. കാരണം അവരുടെ എരിവും പുളിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കാരണം നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഗൈസ്. ട്രസ്റ്റ് മീ, അടിപൊളിയായിരുന്നു കേട്ടോ. നേരത്തെ കഴിച്ച് നല്ല ടേസ്റ്റ്. പ്രോൺസിൻ്റെ ഒപ്പം ടൊമാറ്റോ സോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. പക്ഷേ ഈ സാധനത്തിന് ടേസ്റ്റ് സോസ് മുക്കിയും കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. പക്ഷെ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടണം. നമ്മൾ കഴിക്കണത് സോസല്ല. ചിക്കൻ തോമസ് നല്ലോണം ഛർദിച്ചു. സോ ഇന്ന് ചിക്കൻ സൂപ്പ് കഴിക്കാണ്. അവന് ബാക്കിയുള്ളതൊന്നും പറ്റില്ല. അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് മിക്സഡ് ഫ്രൈഡ് റൈസ്. എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചിക്കനും പ്രോൺസും അത് നോക്കിയിട്ട് മാത്രം കഴിക്കാം. നെക്സ്റ്റ് വണ്ണാണ്. എനിക്കറിയില്ല ഇത് ടേസ്റ്റ് ഉണ്ട്. എനിക്കറിയില്ല ഇത് ടേസ്റ്റ് ഉണ്ടോ കേട്ടോ. നോക്കാം. എനിക്കിത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കഴിക്കുന്നറിയില്ല. നോക്കാം. മൈൻഡ് നോക്കിയാട്ടെ. ഫസ്റ്റ് വൺ മഷ്റൂമാണ്. കുഞ്ഞു 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 മഷ്റൂം. ഫൈനലി ഐ റിജക്റ്റഡ്. നെക്സ്റ്റ് വൺ ചിക്കൻ്റെ ഒരു സംഭവമാണ്. ചിക്കൻ ആയതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട്.
പോർക്കച്ചതുപോലെ പോർക്കങ്ങനെ എൻ്റെ അമ്മ അലുവ കഷ്ണം പോലെ സാധനം അതിഞ്ഞ് പോവാ ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്ക് ഇരുട്ടായിട്ടോ. ഇനി ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇത് നല്ലൊരു സ്പേസ് നോക്കിയിട്ട് ഫോട്ടോ എടുക്കാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ബാക്കി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എവിടെയാണെന്നുള്ളത് ആക്ച്വലി നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹായാ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. ഈ സമയം ഇവിടെ 4 കഴിക്കും എന്തായാലും. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഗോവൻ ഗാർഡനിലേക്കാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്, കാരണം ഇവിടെ ഭയങ്കര ക്രൗഡാണ്. രൂത്തിന്റെ കയ്യില് മീൻസ് ഇങ്ങനെ ആരൊക്കെയോ മാന്തി അറിയില്ല. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് പോവാണ്. കുട്ടികളായതുകൊണ്ടാണ് സേഫ് ഉള്ളത്. ഓക്കെ, ഞങ്ങൾ പോകുന്നത് ജൂബിലി മാർക്കറ്റിലാണ്. ഞങ്ങളിപ്പോ ഒരു മാളിക്ക് വന്നേക്കാണ്. കാനറി വോയ്സ് ആണ്, ഞങ്ങൾ റൂമിന്റെ അടുത്താണ്. അപ്പൊ ഞങ്ങളിവിടെ ബാത്റൂമിലൊക്കെ ഉണ്ടിരിക്കുക. ബാത്റൂമിൽ പോണം. നല്ല രസത്തിന്റെ മോള് കാണാനായിട്ട്. പിന്നെ ഈ മോള് സേഫാണ്, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആക്ച്വലി സേഫാണ്. ഒക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എസു ആണ്. അല്ല എസു അല്ലേ? എല്ലായിടത്തും എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻജോയ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഞങ്ങള് കാനഡ സ്ക്വയറിൽ എത്തി. ഇതാണ് കാനഡ സ്ക്വയറിന്റെ ഒരു ഭാഗം. പിന്നെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ലൈറ്റൊക്കെ നല്ലോണം അറേഞ്ച് ചെയ്തിട്ടില്ല. യശ്വിനെ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ്മെന്റ് യശ്വിനാണ് കേട്ടോ, അല്ലേ? ഇതൊരു ഭയങ്കര ഹാപ്പി അല്ലേ? ആൻഡ് ലാസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് കാനഡ സ്ക്വയറിലാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ലൈറ്റ് കുറേ കാണാൻ ഇഷ്ടപ്പെടുന്നത്, സിറ്റി ഏരിയ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ചിലവർക്ക് മേ ബി ഇഷ്ടപ്പെടില്ല, കാരണം നമ്മൾ ചുമ്മാ നടന്നു പോയി കാണാം. പക്ഷെ എനിക്ക് ലൈറ്റ്സും ഈ ഒരു ബിൽഡിങ്സും അവിടുത്തെ ലൈറ്റ്സും ഒക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. ഇവിടെ എനിക്ക് നിൽക്കണമെന്നും സെറ്റിൽ ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കാം ആയിട്ടുള്ളൊരു പ്ലേസുമാണ്. അധികം വണ്ടി തിരക്കില്ല, അങ്ങനത്തെ ഒരു പ്ലേസാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത്, ഞങ്ങൾ നേരെ വീട്ടിലോട്ട് മീൻസ് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പാമ്പി കഴിഞ്ഞപ്പോൾ അത് വാങ്ങാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഞങ്ങൾ റൂമെത്തി. എൻ്റെ അവസാനം ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്.
വേണ്ടേ? നിനക്ക് വേണ്ടെന്ന് ഒരു വേണ്ട. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ ലണ്ടൻ ട്രിപ്പ് കഴിഞ്ഞു. നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. ആൻഡ് ഞങ്ങൾ ട്രെയിനിലാണ് അവിടേക്ക് പോകുന്നത്. നാളെ ഡ്യൂട്ടി ഉണ്ട്, സ്കൂളുണ്ട്. എനിക്കും ക്ലാസ് ഉണ്ട്. പക്ഷെ നീ മടി പിടിച്ചിരിക്കും, നീ ലീവ് എടുക്കും അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലണ്ടൻ ട്രിപ്പ് വരുന്നത്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ like and subscribe and comment love heart. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. Bye. See you next part. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ തലേദിവസം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് ട്രെയിൻ കയറി. ഒരു നീണ്ട ഒരു മണിക്കൂർ പോലും തികച്ചില്ല, പെട്ടെന്ന് എത്തി കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ലണ്ടൻ കഴിഞ്ഞിട്ട് വീടെത്തി. ദെൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഡ്യൂട്ടിക്ക് പോകാം കേട്ടോ. ബൈ. അങ്ങനൊരു പ്രൊഡക്റ്റീവ് ലൈഫായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ബൈ.